കൂടോത്രം ഡയറക്റ്റഡ് ബൈ ബൈജു എഴുപുന്ന, കൂടെ സന്തോഷ് ഇടുക്കിയുണ്ട് തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് ഹൊറർ മിത്ത് ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു പടമാണ്. അമിതമായി പ്രതീക്ഷിച്ചാൽ കിട്ടുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വാട്സപ്പ് ഫോർവേഡഡ് കഥകളുടെയൊക്കെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, അല്ലെങ്കിൽ നമ്മളൊരു കാന്താര, അല്ലെങ്കിൽ കുറച്ചും കൂടെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു 3.0 ഓൾഡർ വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റും. ഈ ഏറ്റവും വലിയ പോരായ്മ ഈ സിനിമയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീൻസ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈറ്റ്നസ് ഭയങ്കരം, പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു സ്ട്രക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു ഡ്രോബാക്കായിട്ട് തോന്നിയായിരുന്നു. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര വീക്കാണ്. കാര്യം ഏതാണ്ട് ഒരു കോമ സ്റ്റേജ് എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ഇടുക്കി വെണ്ണിമല പോലെയുള്ള ടെറൈനിൽ നടക്കുന്ന കഥയുടെ ഒരവസ്ഥ വളരെ ഫ്ലോലെസ് ആയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ഗോപി സുന്ദറാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ ഇത് ഒരു ചില എലവേഷനൊക്കെ കിട്ടി നമുക്കൊരു ആശ്വാസം തോന്നുന്നെങ്കിലും ഗാനങ്ങളൊന്നും അത്ര ഗംഭീരമായിട്ടൊന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ ഇടുക്കി വെണ്ണിമല, അതുപോലെ തന്നെ എക്കോ ടൂറിസം പ്രോജക്റ്റ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പാറ, അല്ലെങ്കിൽ ആ പാറയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് പ്രദേശവാസികൾ, ഇതിനെയൊക്കെ കണക്ട് ചെയ്താണ് ഈ സിനിമ അവരുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ബൈജു എഴുപുന്നയാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബൈജു എഴുപുന്ന, വൈഫ്, 2 ഇരട്ടക്കുട്ടികൾ, പിന്നെ ഒരു മകൻ, അങ്ങനെയൊക്കെയുള്ളൊരു ട്രാക്കാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ആ പാറയായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു വലിയ മിത്തും കൂടെ ഇവരിതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പോലെ ഇങ്ങനെ കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ട്രാൻസ്ഫോർമേഷനിൽ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ സിനിമ കണക്ട് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ മേജർ പ്ലോട്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്ത് കാന്താരയൊക്കെ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ കാന്താരയുടെ ഒരു ഇടുക്കി വേർഷൻ എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ആ സമയത്തൊക്കെ ഉള്ളൊരു എക്സ്പ്രഷനുകൾ എന്ന് പറയുന്നത് വലിയൊരു ഒരു ആക്ടർ ചെയ്യേണ്ട ഒരു റോളാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. കാര്യം ഇപ്പം ബൈജു എഴുപുന്ന മോശമാണെന്നുള്ളതല്ല, പക്ഷേ അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തെ കൊണ്ടൊന്നും ആ റോള് ഭയങ്കര ഗംഭീരമാക്കി മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷേ എന്നാൽ പോലും ഈ ട്രാൻസ്ഫോർമേഷനിലെ ചില ഭാഗങ്ങളിലൊക്കെ ബൈജു എഴുപുന്നയുടെ പ്രത്യേകിച്ച് ബോഡി ലാംഗ്വേജും അതുപോലെ കണ്ണുകളുടെ ചില എക്സ്പ്രഷൻസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു പഴയ കഥ, പുതിയ കുപ്പി, അതിലേക്ക് വീണ്ടും ഒരു മിത്ത് റീഫില്ല് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകർ ഇങ്ങനെ ചില സമയത്തൊക്കെ ഇത് മടുത്തു പോകും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ക്ലൈമാക്സിലെ ചില സീനൊക്കെ ഓഡിയൻസ് ചിരിക്കുന്നത് ഉണ്ട്. അത് ഇൻറ്റൻഷനാണോ അതോ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതാണോ എന്നറിയില്ല. പക്ഷേ മൊത്തത്തിലൊരു ലോഗൗട്ടാണ്. ഓവറോൾ ഒരു 10 പേരുണ്ടെങ്കിലേ സിനിമ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്.